ഇവിടെ ഇരുന്ന് പുറത്തിരുന്ന് അമ്മ എന്താ ചെയ്യണേന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പ പുറത്തേക്ക് പോവാട്ടത് കേക്കണില്ല. അപ്പ പുറത്തേക്ക് പോയതല്ലേ പിന്നെ ഇങ്ങനെ കേക്കണേ. ഞങ്ങളിവിടെ ഇരുന്ന് ബംബിളൂസ് നാരങ്ങ തിന്നുവാ. ഇത് കൊണ്ടുവന്നത് ആരാ? നോവി ചാച്ച. അമ്മയുടെ വീട്ടിൽ നിന്നും നോവി ചാച്ച അതിസാഹസികമായി കപ്പങ്ങാപ്പഴം, പാളയംകുടമ്പഴം, ചേന, ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിൽ ഇറക്കി തന്നേച്ച് പോയതാ. ഇതാ പ്രേക്ഷകർക്കാണോ എനിക്കാണോ അമ്മ തന്നെ? പ്രേക്ഷകർക്ക് ഫുള്ളായിട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് കൊടുക്കണം. എന്നാലും ഇത് നിങ്ങൾ കഴിച്ചോ അല്ലേ? നോവിച്ചാച്ച തന്ന കീരിച്ചെടിയുടെ അടുത്ത് വെച്ച് തന്നെയാണ് നോവിച്ചാച്ച കൊണ്ടുവന്ന നാരങ്ങ നമ്മൾ പൊളിച്ച് കഴിച്ചത്. കീരിച്ചെടി തളർത്ത് നിക്കണു. നല്ല തിളർമയായിരുന്നു. ഉണ്ടാവേണ്ട സമയം അല്ലാന്ന് തോന്നുന്നു. അത് വേനക്ക ഏപ്രിൽ മാർച്ച് അതാണ് കാര്യം. അമ്മാച്ചൻ തന്ന മുള്ളാത്തയില്ലേ, അപ്പൊ വളച്ചു കെട്ടി അതെല്ലാം തീർന്നു. ഇനി അപ്പേട് പറയണ താഴെയുള്ള ആ കോലിരിക്കുന്നതിന്റെ അവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പൊ നിവർന്നങ്ങ് പൊക്കോളും. പാടത്തുനിന്ന് കാറ്റ് പിടിച്ച് മുള്ളാത്ത ഉണ്ടായപ്പോ അത് ചാഞ്ഞു പോയതാ. അപ്പൊ കോലി വെച്ച് കെട്ടി മുള്ളാത്തല വിളവെടുപ്പെല്ലാം കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടത്. എന്നിട്ട് ഇനിയിപ്പോ ആ താഴത്തേക്കുള്ള ഭാഗങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റ് അധികം ഉണ്ടാവൂല. അതാണ്. പിന്നെ എപ്പോഴും റെഡ് ലേഡിയിൽ ഉണ്ടായി കിടക്കണം. മൂത്തുവത് റെഡ് ലേഡി. എന്താണ് ഇത്രയും പൂക്കണേ? ഇത്രയും നാളും അങ്ങനെ പൂക്കളില്ല. അതെ, പൂക്കളി ഇങ്ങോട്ടും കൂടെ വാ, ഇവിടെ കൂടെ വാ. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലേറടിക്കണ റെഡ് ലേഡി. പച്ച കളറില് പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ചുവന്ന പൂക്കൾ എപ്പോഴും മനോഹരമാണ്. അത് ശരിയാ. പ്രത്യേകിച്ച് നാടൻ ചെമ്പരത്തി. അതെ.